കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും യാത്ര ആരംഭിച്ച് ബാറ്റിക് എയർവേസിന്റെ വിമാനത്തിൽ ഏതാണ്ട് രാവിലെ 5:30 കോലാലംപൂർ എയർപോർട്ടിൽ ഇറങ്ങുകയും അവിടെ നിന്നും കോലാലംപൂർ ടൈം രാവിലെ ഏതാണ്ട് 10:30 ഡെൻപാസറിലേക്ക് യാത്ര തിരിക്കുകയുമാണ് ഉണ്ടായത്. ഉച്ചയ്ക്ക് ഏതാണ്ട് 2 മണിയോടുകൂടി ഡെൻപാസറിൽ എത്തിച്ചേരുകയും അവിടെ വിമാനമിറങ്ങി എക്സിറ്റിലേക്ക് നടക്കുന്ന വഴി മനോഹരമായ ഡെൻപാസർ എയർപോർട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. കോലാലംപൂരിൽ നിന്നും ഡെൻപാസറിലേക്കുള്ള യാത്ര പകൽ സമയത്തായതുകൊണ്ട് തന്നെ തെളിഞ്ഞ ആകാശവും അതിലൂടെ പറക്കുന്ന ബാറ്റിക് എയർവേസിൻ്റെ വിമാനവുമാണ് ഏറ്റവും ആകർഷണീയമായി തോന്നിയത്. കാരണം തെളിഞ്ഞ ആകാശമായതുകൊണ്ട് തന്നെ ഇത്ര മനോഹരമായി ഒരിക്കലും ഈ ആകാശത്തെ വിമാനത്തിൽ നിന്നുകൊണ്ട് കാണാൻ ഇടയായിട്ടില്ല. അതുകൊണ്ട് തന്നെ വിമാനത്തിലിരുന്നു കൊണ്ട് തന്നെ ആകാശത്തിൻ്റെ മനോഹരമായ ഒത്തിരിയേറെ വീഡിയോകൾ എടുക്കാനും ഫോട്ടോകൾ എടുക്കാനും സാധിച്ചു. അങ്ങനെ കോലാലംപൂരിൽ നിന്നും ഡെൻപാസറിലേക്കുള്ള യാത്രയിൽ വളരെ മനോഹരമായ ആകാശവും ആകാശത്തിൽ പഞ്ഞി വിതറി പോലെ എങ്ങും നിറഞ്ഞു കിടക്കുന്ന മേഘവും ഒക്കെ കണ്ടുകൊണ്ട് മേഘത്തിനിടയിലൂടെ അതിവേഗം പറന്ന് മുന്നോട്ട് നീങ്ങുന്ന വിമാനത്തിൽ ഇരുന്നുകൊണ്ട് ആകാശത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു. ഇങ്ങനെ ആകാശത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ യാത്ര ചെയ്ത ബാറ്റിക് എയർവേസിൻ്റെ വിമാനം അതിവേഗത്തിൽ ഡെൻപാസർ എയർപോർട്ട് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഈ വിമാനത്തിലിരുന്ന് ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ലക്ഷ്യസ്ഥാനമായ ബാലിയാണ് എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത്. ഇന്തോനേഷ്യയുടെ ടൂറിസ്റ്റ് ആകർഷണം കൂടിയാണ് ഈ ബാലി എന്ന കൊച്ചുദ്വീപ്. മലയാളികൾക്കും ഇന്ത്യക്കാർക്കും അത്ര സുപരിചിതമല്ലെങ്കിലും ധാരാളം യൂറോപ്യൻസ് ഇവിടെ എത്തുകയും ഇവിടുത്തെ പ്രകൃതി ഭംഗി ധാരാളമായി ആസ്വദിക്കുകയും ചെയ്യാറുണ്ട്. യൂറോപ്യൻ നാടുകളിൽ ശീതകാലമാവുമ്പോൾ യൂറോപ്യൻസ് ബാലിയിലേക്കാണ് അവരുടെ അവധിക്കാലം ചെലവഴിക്കാനായി എത്തുക. കാരണം അത്രയേറെ ഭംഗിയാണ് ഈ ബാലിക്ക് ഉള്ളത്. അവിടുത്തെ ഓരോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ധാരാളം വിദേശികളെ ആകർഷിക്കുന്ന ഒന്നുകൂടിയാണ്. അങ്ങനെ വിദേശികൾക്കും സ്വദേശികൾക്കും ഏറെ പ്രിയമായ ബാലി എന്ന കൊച്ചു ദ്വീപിലേക്കാണ് 18 യാത്രക്കാർക്കൊപ്പം ഞാനും ഇന്ന് യാത്ര ചെയ്യുന്നത്. ഏതാണ്ട് ഉച്ചയോടുകൂടി ഡെൻപാസർ എയർപോർട്ടിലേക്ക് ഇറങ്ങുകയും അവിടെ നിന്നും വിസ ഓൺ അറൈവൽ ആയതുകൊണ്ട് എമിഗ്രേഷൻ കൗണ്ടറിലേക്കും എത്തുകയും അവിടെ നിന്നും ആളൊന്നുക്ക് $35 നൽകി ബാലിയുടെ ഇല്ലെങ്കിൽ ഇന്തോനേഷ്യയുടെ വിസ കൈക്കലാക്കുകയും ചെയ്തു. ഏതാണ്ട് 1-1.5 മണിക്കൂർ നീണ്ടു നിന്ന പ്രൊസീജിയറിന് ശേഷം എക്സിറ്റ് ഗേറ്റിലൂടെ പുറത്തു കിടക്കുകയും അവിടെ നമ്മെ കാത്ത് നിന്നിരുന്ന ബാലിനീസ് ടൂർ ഗൈഡിനൊപ്പം അവർ അറേഞ്ച് ചെയ്തിരുന്ന ബസ്സിൽ ഉച്ച ഊണിന് വേണ്ടി അയോധ്യ എന്ന ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ്. ഇന്ത്യൻ ഫുഡ് ലഭിക്കുന്ന ബാലി ദ്വീപിലെ അനേകം ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ ഏറ്റവും നല്ല റെസ്റ്റോറൻ്റാണ് അയോധ്യ എന്ന ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അവിടെ അല്പം വൈകിയാണെങ്കിൽ കൂടി ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന വിഭവസമൃദ്ധമായ ഇന്ത്യൻ ഭക്ഷണവും കഴിച്ച് അല്പനേരം വിശ്രമിച്ച് ഏതാണ്ട് 5 മണിയോടുകൂടി ഞങ്ങൾ താമസിക്കേണ്ടിയിരുന്ന ജയ്പൂർ ഇൻ്റർനാഷണൽ ഹോട്ടലിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ബാലിയിലെ തന്നെ ഏറ്റവും നല്ല ഹോട്ടലുകളിൽ ഒന്നാണ് ജയ്പൂർ ഇൻ്റർനാഷണൽ. വിശാലമായ ലോഞ്ചും നല്ല വൃത്തിയുള്ള റൂമുകളും അടങ്ങിയ ഒന്നാണ് ഈ ജയ്പൂർ ഇൻ്റർനാഷണൽ എന്ന ഹോട്ടൽ. ഡെൻപാസർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായി തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ ഹോട്ടൽ ഡെൻപാസർ നഗരത്തിലെ നൈറ്റ് ലൈഫിന് ഏറ്റവും അടുത്തായ ഒരു ഹോട്ടൽ കൂടിയാണ്. എയർപോർട്ടാണെങ്കിലും നൈറ്റ് ലൈഫ് സ്ട്രീറ്റുകളാണെങ്കിലും ബാറുകളാണെങ്കിലും മറ്റ് സ്ഥലങ്ങളാണെങ്കിലും എല്ലാം ഈ ഹോട്ടലിനോട് ചേർന്ന് തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒത്തിരിയേറെ യാത്രക്കാരെ കൊണ്ടും വാഹനങ്ങളെ കൊണ്ടും തിങ്ങി നിറഞ്ഞ ഒന്നുകൂടിയാണ് ഈ ജയ്പൂർ ഹോട്ടൽ ഇരിക്കുന്ന സ്ഥലവും ഇതിൻ്റെ പരിസരങ്ങളും. അങ്ങനെ ഇവിടെ നമുക്കായി റിസർവ് ചെയ്തിരുന്ന
റൂമിലേക്ക് എല്ലാവരും ചെക്ക് ഇൻ ചെയ്യുകയും ചെയ്തു. ഏതാണ്ട് 24 മണിക്കൂർ നീണ്ടുനിന്ന ദീർഘദൂര യാത്രയായതുകൊണ്ട് തന്നെ സഹയാത്രികർക്കൊപ്പം ഞാനും നന്നെ ക്ഷീണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഹോട്ടലിലെത്തി എല്ലാവരും കുളിച്ച് ഡിന്നറും കഴിച്ച് വിശ്രമിച്ചതിന് ശേഷം പിറ്റേ ദിവസം മുതലാണ് ബാലി യാത്ര ആരംഭിക്കുക. ബാലിയുടെ മനോഹരമായ കാഴ്ചകളിലേക്ക് നീങ്ങുക. അതുകൊണ്ട് തന്നെ ടൂർ ഗൈഡിൻ്റെ നിർദ്ദേശപ്രകാരം ഏതാണ്ട് രാത്രി 8 മണിയോടുകൂടി എല്ലാവരും അടുത്തുള്ള ഡൗൺ ടൗൺ എന്ന ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് രാത്രി ഭക്ഷണത്തിനായി പോവുകയും വളരെയേറെ രുചികരമായ രാത്രി ഭക്ഷണം കഴിക്കുകയും രാത്രി ഭക്ഷണത്തിന് ശേഷം ഏതാണ്ട് 9:30 ഹോട്ടലിൽ തിരിച്ചെത്തി എല്ലാവരും റൂമിലേക്ക് മാറുകയും രാത്രി നന്നായി ഉറങ്ങിയതിന് ശേഷം ബാലിയുടെ മനോഹരമായ കാഴ്ചകൾ കാണാൻ രാവിലെ 8 മണിയോടെ എല്ലാവരും ലോഞ്ചിൽ എത്തിച്ചേരുകയും ചെയ്യണം എന്ന നിർദ്ദേശമാണ് ടൂർ ഗൈഡ് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയിലെ നല്ല ഉറക്കത്തിന് ശേഷം രാവിലെ 7 മണിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് 8 മണിയോടുകൂടി ലോഞ്ചിൽ എത്തുമ്പോഴാണ് നമ്മെ ഞെട്ടിപ്പിച്ച ഒരു സംഭവം ഉണ്ടായത്. കാരണം അതുവരെ വളരെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്ന ബാലി പെട്ടെന്ന് ഇരുണ്ട് മൂടുകയും ധാരാളമായി മഴ പെയ്യുകയും ചെയ്തു. ആദ്യമൊക്കെ ഒന്ന് പകച്ചെങ്കിലും ടൂർ ഗൈഡ് പറയുകയുണ്ടായി, ഇവിടെ മഴ വളരെ ചുരുക്കമായേ വരാറുള്ളൂ. ഒരു പക്ഷേ വിയറ്റ്നാമിൽ ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് കൊണ്ടാകാം മഴ വന്നത്. അത് ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ട് മാറിക്കൊള്ളും. ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ നമ്മുടെ ഐറ്റിനറി ഒന്നും മുടങ്ങുകയില്ല എന്ന്. അങ്ങനെ ടൂർ ഗൈഡിൻ്റെ ആ ധൈര്യത്തിൽ എല്ലാവരും ലോഞ്ചിൽ തന്നെ ഏതാണ്ട് 1 മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം മഴ അല്പമൊന്ന് ശമിച്ചപ്പോൾ തങ്ങളുടെ ആദ്യ ലക്ഷ്യമായ ഉളുവാട്ടു ടെമ്പിൾ കാണുന്നതിന് മുമ്പ് താനാലോട്ട് ടെമ്പിൾ കാണാനായി വാഹനത്തിൽ യാത്ര തിരിക്കുകയുമാണ് ഉണ്ടായത്. ഇങ്ങനെ താനാലോട്ട് ടെമ്പിൾ കാണാനായി വാഹനത്തിൽ യാത്ര തിരിച്ച നമുക്ക് വളരെയേറെ കൗതുകങ്ങളാണ് കാത്തിരുന്നത്. കാരണം തനി നാട്ടിൻപുറത്തെ പാതയോരത്തൂടെയുള്ള യാത്രയാണ് നമ്മെ ഏതാണ്ട് തമിഴ്നാട്ടിലെ ഒരു പിന്നോക്ക ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു നമുക്കുണ്ടാക്കിയത്. കറുത്ത മണ്ണും വിഭവസമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്ന വാഴകളും നെല്ലുകളും പാടങ്ങളും കൃഷിയിടങ്ങളും ഒക്കെയാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെട്ടു വന്നത്. അത്രയേറെ ഭംഗിയില്ലാത്തതും പഴയതുമായ കുറേയേറെ വീടുകളും കെട്ടിടങ്ങളും ഒക്കെയാണ് വഴി സൈഡിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഇങ്ങനെ ഇവിടുത്തെ ധാരാളം കാഴ്ചകളും കണ്ട് ബസ്സിലിരുന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ ഞാൻ ബാലിയുടെ ചരിത്രത്തെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്തോനേഷ്യയിലെ ഒരു പ്രവിശ്യയും ലെസർ സുന്ദ ദ്വീപുകളുടെ പടിഞ്ഞാറേ അറ്റവുമാണ് ഈ ബാലി ദ്വീപ്. ജാവയുടെ ലംബോക്കിന് പടിഞ്ഞാറും ഈ പ്രവിശ്യയിൽ ബാലി ദ്വീപും തെക്ക് കിഴക്കായി നൂസ പെനിഡ, നൂസ ലംബോങ്കൺ, നൂസ സെനിൻഗൻ എന്നീ ഡെൻപാസർ, ലെസർ സുന്ദ ദ്വീപുകളിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരവും കിഴക്കൻ ഇന്തോനേഷ്യയിലെ മക്കാസറിന് ശേഷം രണ്ടാമത്തെ വലിയ നഗരവുമാണ് ഈ ബാലി എന്ന കൊച്ചുദ്വീപ്. ഡെൻപാസറിന് ചുറ്റുമുള്ള വിപുലീകൃത മെട്രോപൊളിറ്റൻ പ്രദേശമാണ് ബാലിയുടേത്. ഗ്രേറ്റർ ഡെൻപാസറിലെ ഉയർന്ന പ്രദേശമായ ഉബുദ് ടൂറിസത്തിൽ ഗണ്യമായ വളർച്ചയുണ്ടായ ഇന്തോനേഷ്യയുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ പ്രവിശ്യ. അമിത വിനോദസഞ്ചാരത്തിൻ്റെ ഒരു ഇന്തോനേഷ്യൻ മേഖലയായി ഇന്ന് മാറിയിരിക്കുകയാണ്. ബാലി സമ്പദ് വ്യവസ്ഥയുടെ 80% ടൂറിസവുമായി ബന്ധപ്പെട്ടതുമാണ്. ഇന്തോനേഷ്യയിലെ ഏക ഹിന്ദു ഭൂരിപക്ഷ പ്രവിശ്യയാണ് ബാലി. ജനസംഖ്യയുടെ 84.6% പേരും ബാലിനീസ് ഹിന്ദുമതം പിന്തുടരുന്നവരാണ്. പരമ്പരാഗതവും ആധുനികവുമായ നൃത്തം, ശില്പം, പെയിൻറിംഗ്, തുകൽ,
ലോഹപ്പണി, സംഗീതം എന്നിവയുൾപ്പെടെ വളരെയധികം വികസിതമായ കലകൾക്ക് ഈ നഗരം പ്രശസ്തവുമാണ്. ഇന്തോനേഷ്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേള എല്ലാ വർഷവും ബാലിയിൽ നടക്കുന്നു. മിസ് വേൾഡ് 2013, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെയും വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൻ്റെയും 2018 വാർഷിക യോഗങ്ങൾ, 2022 G20 ഉച്ചകോടി എന്നിവ ബാലിയിൽ നടന്ന മറ്റ് അന്താരാഷ്ട്ര പരിപാടികളാണ്. 2017 മാർച്ചിൽ ട്രിപ്പ് അഡ്വൈസർ അതിൻ്റെ ട്രാവലേഴ്സ് ചോയ്സ് അവാർഡിൽ ബാലിയെ ലോകത്തിലെ ഏറ്റവും മികച്ച ലക്ഷ്യസ്ഥാനമായി തിരഞ്ഞെടുത്തു. 2021 ജനുവരിയിലാണ് ഇത് നേടിയത്. ബാലി പവിഴപ്പുറ്റുകളുടെ ത്രികോണത്തിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് മത്സ്യങ്ങളും ആമകളും ഉൾപ്പെടുന്ന വൈവിധ്യമാർന്ന സമുദ്രജീവികളുള്ള ഒരു പ്രദേശം കൂടിയാണ് ബാലി. ഈ പ്രദേശത്ത് മാത്രം 500-ലധികം പവിഴപ്പുറ്റ് നിർമ്മാണ ഇനങ്ങളെ കണ്ടെത്താൻ കഴിയും. താരതമ്യത്തിന് ഇത് മുഴുവൻ കരീബിയനിലേതിനേക്കാൾ 7 മടങ്ങ് കൂടുതലാണ്. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ സുബാക് ജലസേചന സംവിധാനത്തിൻ്റെ ആസ്ഥാനമാണ് ബാലി. ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ പ്രദേശം ഭരിക്കുന്ന 10 പരമ്പരാഗത രാജകീയ ബാലിനീസ് വീടുകൾ അടങ്ങുന്ന രാജ്യങ്ങളുടെ ഏകീകൃത കോൺഫെഡറേഷനും ഇവിടെയുണ്ട്. കോൺഫെഡറേഷൻ ബാലി രാജ്യത്തിൻ്റെ പിൻഗാമിയാണ്. ഡച്ച് കോളനിവൽക്കരണത്തിന് മുമ്പ് ഉത്ഭവിച്ച രാജകീയ വീടുകളെ ഇന്തോനേഷ്യൻ സർക്കാർ അംഗീകരിച്ചിട്ടില്ല. BC 2000 ബാലിയിൽ അധിവസിച്ചിരുന്നത് തായ്വാൻ ദ്വീപിൽ നിന്നും തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്കും ഏഷ്യാനിയിലേക്കും സമുദ്ര തെക്കുകിഴക്കൻ ഏഷ്യയിലൂടെ കുടിയേറിയ ഓസ്ട്രോനേഷ്യൻ ജനതയാണ്. സാംസ്കാരികമായും ഭാഷാപരമായും ഇന്തോനേഷ്യൻ ദ്വീപസമൂഹം മലേഷ്യ, ബ്രൂണൈ, ഫിലിപ്പൈൻസ്, ഓഷ്യാനിയ എന്നിവിടങ്ങളിലെ ജനങ്ങളുമായി ബാലിനീസ് അടുത്ത ബന്ധമുള്ളവരാണ്. ഈ കാലഘട്ടത്തിലെ ശിലായുഗ ഉപകരണങ്ങൾ ദ്വീപിൻ്റെ പടിഞ്ഞാറുള്ള സെക്കിക് ഗ്രാമത്തിന് സമീപം കണ്ടെത്തിയിട്ടുമുണ്ട്. പുരാതന ബാലിയിൽ 9 ഹിന്ദു വിഭാഗങ്ങൾ നിലനിന്നിരുന്നു. പശുപത, ഭൈരവ, ശിവ, ഷിദന്ത, വൈഷ്ണവ, ബോധ, ബ്രഹ്മ, ഋഷി, സ്വര, ഗണപത്യ. ഓരോ വിഭാഗവും ഓരോ പ്രത്യേക ദൈവത്തെ അവരുടെ വ്യക്തിപരമായ ദൈവമായി കണക്കാക്കി ആരാധിച്ചു വന്നു. 896, 911 കാലഘട്ടങ്ങളിലെ ലിഖിതങ്ങളിൽ 914 ശ്രീ കേസരി വർമ്മയെ പരാമർശിക്കുന്നത് വരെ ഒരു രാജാവിനെ പരാമർശിക്കുന്നില്ല എന്നതാണ് ഒരു അത്ഭുതം. ബുദ്ധമതവും ശൈവമതവും ഒരേ സമയം ആചരിച്ചിരുന്ന ഒരു പ്രത്യേക ഭാഷാഭേദമുള്ള ഒരു സ്വതന്ത്ര ബാലി ഭാഷയെയും അവ വെളിപ്പെടുത്തുന്നുണ്ട്. മംബു സിൻഡോക്കിൻ്റെ കൊച്ചുമകൾ മഹേന്ദ്രദത്ത 989 ബാലി രാജാവായ ഉദയന വർമ്മ ദേവയെ വിവാഹം കഴിച്ചു. 1001 ഏർ ലങ്കയ്ക്ക് ജന്മം നൽകി. ഈ വിവാഹം ബാലിയിലേക്ക് കൂടുതൽ ഹിന്ദുമതവും ജാവനീസ് സംസ്കാരവും കൊണ്ടുവന്നു. രാജകുമാരി സകലേന്ദു കിരണ 1098 പ്രത്യക്ഷപ്പെട്ടു. സുരാധിപൻ 1115 മുതൽ 1119 വരെയും ജയശക്തി 1146 മുതൽ 1150 വരെയും ഈ നാട് ഭരിച്ചു. 1178 1181 ഇടയിലുള്ള ലിഖിതങ്ങളിൽ ജയപങ്കസ് കാണപ്പെടുന്നു. അതേസമയം ആദി കുന്തി കേതനെയും മകൻ പരമേശ്വരനെയും 1204 ഉള്ള രേഖകളിൽ കാണപ്പെടുന്നുണ്ട്. ഇങ്ങനെ ബാലിയുടെ ചരിത്രവും ബാലിയെപ്പറ്റിയുള്ള ജനസംഖ്യാശാസ്ത്രവും ജനസംഖ്യയുടെ ഉൽപ്പത്തിയും ഒക്കെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സഞ്ചരിക്കുന്ന ബസ് അതിവേഗം നമ്മുടെ ലക്ഷ്യസ്ഥാനമായ താനാലോട്ട് ടെമ്പിളിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് പായുകയാണ്. ഞാൻ ബാലിയുടെ ചരിത്രത്തെക്കുറിച്ചാണ് പിന്നെയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. AD 1-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ബാലിനീസ് സംസ്കാരത്തെ ഇന്ത്യൻ, ചൈനീസ്, പ്രത്യേകിച്ച് ഹിന്ദു സംസ്കാരം ശക്തമായി സ്വാധീനിക്കുകയുണ്ടായി. AD 911 ശ്രീ കേസരി വർമ്മദേവ എഴുതിയ ബ്ലാൻ ജോങ് സ്തംഭലിഖിതവും വാലി ദ്വീപിനെ പരാമർശിക്കുന്നതും
ഉൾപ്പെടെ വിവിധ ലിഖിതങ്ങളിൽ നിന്ന് ബാലി ദ്വീപ് എന്ന പേര് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സമയത്താണ് ആളുകൾ നനഞ്ഞ വലയിൽ നെല്ല് വളർത്തുന്നതിനായി അവരുടെ സങ്കീർണമായ ജലസേചന സംവിധാനമായ സുബക് വികസിപ്പിച്ചെടുത്തത്. ഇന്നും നിലനിൽക്കുന്ന ചില മതപരവും സാംസ്കാരികവുമായ പാരമ്പര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. കിഴക്കൻ ജാവയിലെ ഹിന്ദു ബുദ്ധ മഹാപഹിത് സാമ്രാജ്യം 1343 ഒരു ബാലിനീസ് കോളനി സ്ഥാപിച്ചു. 1384 മുതൽ 1386 വരെ ചാർട്ടറുകളിൽ ഹയാം ഉക്കറിൻ്റെ അമ്മാവനെ പരാമർശിക്കുന്നു. 1520 മഹാപജിത് സാമ്രാജ്യം തകർന്നപ്പോൾ അടുത്ത നൂറ്റാണ്ടിൽ ബാലിയിലേക്കുള്ള വൻതോതിലുള്ള ജാവനീസ് കുടിയേറ്റം നടക്കുകയുണ്ടായി. ബാലിയിലെ സർക്കാർ പിന്നീട് ഹിന്ദു രാജ്യങ്ങളുടെ ഒരു സ്വതന്ത്ര കൂട്ടായ്മയായി മാറുകയുണ്ടായി. ഇത് ഒരു ബാലിനീസ് ദേശീയ സ്വാതന്ത്ര്യത്തിനും സംസ്കാരം, കല, സമ്പദ്വ്യവസ്ഥ എന്നിവയിൽ വലിയ പുരോഗതിക്കും കാരണമായി മാറുകയുണ്ടായി. വിവിധ രാജ്യങ്ങളുള്ള രാജ്യം 1906 വരെ 386 വർഷം സ്വതന്ത്രമായി. ഡച്ചുകാർ സാമ്പത്തിക നിയന്ത്രണത്തിനായി തദ്ദേശീയരെ കീഴടക്കുകയും പിന്തിരിപ്പിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്തു. ബാലിയുമായി ആദ്യമായി യൂറോപ്യൻ ബന്ധം സ്ഥാപിക്കപ്പെട്ടത് 1512 അന്റോണിയോ ആബ്രു, ഫ്രാൻസിസ്കോ സെറാവു എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു പോർച്ചുഗീസ് പര്യവേഷണം അതിൻ്റെ വടക്കൻ തീരങ്ങൾ കണ്ടപ്പോഴാണ് എന്ന് കരുതപ്പെടുന്നു. 16-ാം നൂറ്റാണ്ടിൽ ഉടനീളം സുന്ദ ദ്വീപുകളുടെ തീരങ്ങളിലൂടെ സഞ്ചരിച്ച മൊളോക്കാസിലേക്കുള്ള ദ്വിവത്സര കപ്പലുകളുടെ ഒരു പരമ്പരയിലെ ആദ്യ പര്യവേഷണമായിരുന്നു അത്. 1512 ഫ്രാൻസിസ്കോ റോഡ്രിഗസിൻ്റെ ചാർട്ടിൽ പര്യവേഷണ കപ്പലിൽ ബാലി മാപ്പ് ചെയ്യപ്പെട്ടു. 1585 ബുക്കറ്റ് ഉപദ്വീപിൽ നിന്ന് ഒരു കപ്പൽ മറിഞ്ഞു. കുറച്ച് പോർച്ചുഗീസുകാരെ ദേവ അങ്കുൻ്റെ സേവനത്തിൽ അവശേഷിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ ബാലി ദ്വീപിൽ ഡച്ച് അധിനിവേശം സ്ഥാപിക്കുകയുണ്ടായി. 1597 ഡച്ച് വ്യാപാരിയും പര്യവേഷകനുമായ കൊർണേലിയസ് ഡി ഹൗഡ്മാൻ ബാലിയിൽ എത്തി. 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി. 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഡച്ച് സർക്കാർ ഇന്തോനേഷ്യയിൽ ദ്വീപസമൂഹത്തിലുടനീളം തങ്ങളുടെ നിയന്ത്രണം വ്യാപിപ്പിച്ചു. 1840-കളിൽ ഡച്ചുകാർ മത്സരിക്കുന്ന വിവിധ ബാലിനീസ് സാമ്രാജ്യങ്ങളെ പരസ്പരം മത്സരിപ്പിച്ചപ്പോൾ ദ്വീപിൻ്റെ വടക്കൻ തീരത്ത് ബാലിയിലെ ഡച്ചുകാരുടെ രാഷ്ട്രീയ സാമ്പത്തിക നിയന്ത്രണം ആരംഭിച്ചു. 1890-കളുടെ അവസാനത്തിൽ ദ്വീപിൻ്റെ തെക്ക് ഭാഗത്തുള്ള ബാലിനീസ് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങൾ ഡച്ചുകാർ തങ്ങളുടെ നിയന്ത്രണം വർദ്ധിപ്പിക്കുന്നതിനായി ഉപയോഗപ്പെടുത്തി. ഇങ്ങനെ പോകുന്നു ബാലിനീസ് ദ്വീപിൽ ഡച്ചുകാരുടെ അധിനിവേശനത്തിൻ്റെ ചരിത്രം. ഇത് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ നാം സഞ്ചരിക്കുന്ന ബസ് ഇപ്പോൾ നമ്മുടെ ലക്ഷ്യമായ താനാലോട്ട് ടെമ്പിളിൻ്റെ മെയിൻ ഗേറ്റിലേക്ക് എത്തി ചേർന്നിരിക്കുകയാണ്.